എല്ലാവർക്കും നമസ്കാരം. പ്രിയ ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, മുളക് കൃഷി ഏത് രീതിയിൽ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച് വളർത്താം എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വലിയ പ്രശ്നമാണ്. വീട്ടാവശ്യത്തിനെങ്കിലും ഒരു കാന്താരി മുളക് ഉപയോഗിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇന്ന് അസാധ്യമായിരിക്കുകയാണ്. ഏലമുഴുക്ക കുരുടിച്ച് വെള്ളില രോഗം വന്നിട്ട്, വെള്ളീച്ച രോഗം വന്നിട്ട്, ചുരുക്കത്തിൽ അത് കാണുമ്പം തന്നെ മനസ്സ് മടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. മുളക് വർഗ്ഗം ഏതായിക്കോട്ടെ, പരിപൂർണമായ രീതിയിൽ നല്ല കാഴ്ചയിൽ കണ്ണഞ്ചപ്പിക്കുന്ന ക്വാളിറ്റിയുള്ള പച്ചമുളക് ഉൾപ്പെടെയുള്ള മുഴുവനും നമ്മൾക്ക് തന്നെ വീടുകളിലും പറമ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യാം. നമ്മൾ ഈ ചെടിക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ പേര് പച്ചമുളക്. പക്ഷേ പച്ചമുളകിനകത്ത് ധാരാളമായിട്ട് മുളക് കായ്ച്ചു കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ അത് കളർ മാറി വരുന്നുണ്ട്. ഇതൊരു നല്ല അപൂർവമായ ഒരു വർഗ്ഗമാണ്. ഇതിന് നല്ല വർഗ്ഗമാണെങ്കിലും കീടങ്ങൾ അതിനെ വിടില്ല. ഇതിന് ശാശ്വത പരിഹാരം ഹോമിയോ അഗ്രോ കെയർ സ്പ്രേ ചെയ്യുകയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന തോതിൽ മരുന്ന് ലയിപ്പിച്ച മിശ്രിതമാണ് ഇതിനകത്തുള്ളത്. ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ മൊത്തത്തിൽ ആകെയുള്ള ഇലയിൽ മുഴുക്കെ തറപ്പിച്ച് കുളിപ്പിച്ചടിക്കരുത്. ജസ്റ്റ് ഒരു മിസ്റ്റ് സ്പ്രേ ഉണ്ടോ. അപ്പോൾ അത് എവിടെ ഇങ്ങനെ പറന്നു പോകുന്ന ആരും കണ്ടില്ല. എത്ര മതി. ഇവിടെയൊക്കെ കീടങ്ങളുണ്ടെങ്കിലും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിനാവശ്യമുള്ള അലുമിനോ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കാനുള്ള മരുന്ന് സ്പ്രേ ചെയ്ത് കഴിയും. ഇനി ഒരു 4 ദിവസമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വേണ്ടുള്ള പ്രതിരോധ ശേഷിയും അതിനുള്ള ഒരുപാട് അലുമിനോ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ 10-200 വെറൈറ്റി ഉണ്ട്. അതിനാവശ്യമുള്ള കെമിക്കലാണ് അതൊക്കെ. എപ്പോഴാണ് ഇപ്പോൾ ഒരു കീടം എന്ന് പറയാൻ പല പരമുണ്ട്. ഏത് കീടത്തെ എങ്ങനെ ഓടിക്കണമെന്നും അതിന് കെമിക്കൽ ഉണ്ടാക്കാൻ അതിനറിയാം. ഒരു കുരങ്ങോ ഒരാടോ വന്ന് ഇതിനെ കടിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പം എങ്ങനെ അതിനെ ഓടിക്കണമെന്നുള്ള കെമിക്കൽ ഉൽപ്പാദിപ്പിക്കാനും ഈ ചെടികൾക്കറിയാം. നമ്മൾ ആൾക്കാരാണ് ഇതിനെ ആ പ്രക്രിയയിൽ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ അഗ്രോ കെയർ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരമായി. ഈ ഇപ്പം തന്നെ വേണമെങ്കിൽ ഇത് പറിച്ച് കറിക്ക് ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഇത് കയ്യിലിരിക്കുന്നു, മണപ്പിക്കാം. ആർക്കും ഒരു വിഷം തട്ടണ്ട, വിഷം എന്നുള്ള പേടിയും വേണ്ട. അയൽക്കാർക്ക് ഒരു മരുന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് വാതിലും ജനലും അടച്ചു മൂടി അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക, ഒരു പ്രശ്നമില്ല, വളരെ സുരക്ഷിതമാണ്. അപ്പോൾ ഹോമിയോ അഗ്രോ കെയർ കുഞ്ഞ് തൈ ആയിരിക്കുമ്പോൾ മാത്രം 1 അടി വരെ 1 ഗ്രാമും 1 അടിക്ക് മുകളിൽ വരുമ്പോഴത്തേക്ക് 1 ലിറ്ററിൽ 2 ഗ്രാം കിട്ടും. അപ്പോൾ ഇതിന് മൊത്തം ഞാൻ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ്, ഈ മിശ്രിതത്തിൻ്റെ അളവ് നോക്കുമ്പോൾ 2 മില്ലി ആയിട്ടുള്ളൂ. ഈ മുളക് ചെടിയൊക്കെ നമ്മൾ അതിൻ്റെ വിത്ത് പാകിയിട്ടാണല്ലോ നഴ്സറി ഉണ്ടാക്കുന്നത്. നഴ്സറിയിൽ നല്ല രീതിയിലുള്ള സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടി ചെടിയെ വളർത്താൻ പറ്റും. അപ്പോൾ കുഞ്ഞ് ചെടിയായിരിക്കുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാമിന് പകരം 1 ഗ്രാം, സാധാരണ നമ്മൾ എപ്പോഴും ചെടിയെ പറ്റി പറയുന്നത് 2 ഗ്രാമാണ്. ആ ഓർമ്മ തൽക്കാലത്തേക്ക് നഴ്സറിയിൽ മാറ്റണം. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു സ്പീഡിൽ ഒരു മിസ്റ്റ് സ്പ്രേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 15-20 ദിവസം കൂടുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോടുകൂടി നല്ല പുഷ്ടിയോടുകൂടി നമുക്ക് ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും.